ഇനി ചമ്മന്തി അരച്ചെടുക്കുമ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പവുമാണ്. ഇതിൽ തക്കാളിയൊക്കെ ചേർക്കുന്നുണ്ട്. തക്കാളി വഴറ്റി സമയമൊന്നും കളയണ്ട. മസാല ദോശയ്ക്കോ ഉഴുന്നുവടയ്ക്കോ ഒക്കെ വേണ്ടി കുറച്ച് കട്ടിക്കായാലും ഇത് അരച്ചെടുക്കാം. ദോശയ്ക്കോ ഇഡലിക്കോ വേണ്ടി കുറച്ച് നീട്ടിയായാലും അരച്ചെടുക്കാവുന്ന ചട്നിയാണിത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പിനടുത്തായിട്ട് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 1 കപ്പ് തേങ്ങയിൽ ബാക്കിയുള്ള ഐറ്റം ഒക്കെ ചേർത്ത് അരയ്ക്കുമ്പോഴത്തേന് കുറച്ചുകൂടി ഒരു 4 പേർക്കൊക്കെ കഴിക്കാവുന്ന രീതിയിൽ നീട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. 3ഓ 4ഓ ചേർക്കാം. തേങ്ങ ചമ്മന്തിയുടെ കൂടെ പച്ചമുളക് ചേർക്കുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ 1ഓ 2ഓ പച്ചമുളക് പഴുത്തത് ചേർക്കാൻ നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇനി ഒരു 3ഓ 4ഓ ചെറുള്ളി ചേർക്കുക. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുക. ഇനി കറിവേപ്പില ഒരു 4 എണ്ണം മതിയാകും. ഇനി ഒരല്പം മല്ലിയില ചേർക്കുക, ഒരുപാട് ചേർക്കണ്ട. ആ മല്ലിയിലയുടെ ആ ഒരു ചെറിയൊരു ടേസ്റ്റ് ഈ ചമ്മന്തിക്ക് നല്ലൊരു രുചിയും മണവും കൊടുക്കും. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്തതായിരിക്കണം. അതുകൂടി ഒന്ന് അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഈ ചട്നിക്ക് ചെറുതായിട്ടൊരു പുളിപ്പ്, വളരെ കുറവായിട്ട് പുളിപ്പ് കിട്ടും, നല്ല ടേസ്റ്റാണ്. ഇനി 5ഓ 6ഓ കശുവണ്ടി ചേർക്കുക. ഇത് പിളർത്തിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഒരുപാടുള്ള പോലെ തോന്നുന്നത്. ഇനി ഉപ്പ് ചേർക്കുക. അരച്ചതിന് ശേഷം നീട്ടിയെടുക്കുന്നതിനനുസരിച്ച് പാകത്തിന് ഉപ്പ് പിന്നീട് ചേർക്കാം. നല്ല പഴുത്ത തക്കാളി കൈവശം ഉള്ളപ്പോൾ മാത്രമേ ഈ ചട്നി അരയ്ക്കുക. തക്കാളി പഴുത്ത അല്ലെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് അല്പം വ്യത്യാസം ഉണ്ടാകും. ഇനി അരയാൻ ആവശ്യമുള്ള വെള്ളം ഇപ്പോൾ ഒഴിക്കുക. ഇത് ഞാൻ തിളപ്പിച്ച് ആറിയതിന് ശേഷമാണ് ഈ വെള്ളം ഒഴിക്കുന്നത്. ഇനി നല്ലോണം ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. തക്കാളി ചേർത്തത് കൊണ്ടാണ് ചുമന്ന മുളക് അരച്ച പോലെ കളർ വന്നത്. ഇനി തിളപ്പിച്ച് അരച്ച വെള്ളം മിക്സിയുടെ ജാറിനകത്ത് ഒഴിച്ചിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് നീട്ടിയെടുക്കണം. തിളപ്പിച്ചരച്ച അതേ വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക. കുറച്ച് ഉപ്പൂടെ വരാനുണ്ട്. ഈ ചട്നി ചൂടാക്കാറില്ല. നിങ്ങൾ ചട്നിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് കുടിക്കുന്ന വെള്ളം നേരിട്ട് ഒഴിക്കുന്നെങ്കിൽ അങ്ങനെ ചേർത്ത് വേണേലും ഇത് ചെയ്യാം. എങ്ങനെ ചെയ്താലും ചട്നി അരച്ച് അപ്പോൾ തന്നെ അത് തീർത്തിരിക്കണം, വെച്ചേക്കരുത്. ഈ ചട്നി താളിച്ചില്ലേലും നല്ല ടേസ്റ്റ് തന്നെയാണ്. വെളിച്ചെണ്ണയിൽ ഒരല്പം കടുകും കറിവേപ്പിലയും വറ്റൽമുളകും മാത്രമേ ഞാനൊരു താളിക്കാനായിട്ട് ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ അല്പം ഉഴുന്ന് പരിപ്പും ചേർക്കാം. വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായിട്ട് ചെയ്തെടുക്കുന്ന ചട്നിയാണിത്. ഇഡലി ദോശ ചുട്ട ഉടനെ തന്നെ പെട്ടെന്ന് അരച്ചെടുക്കുക, കടുക് താളിക്കുക, കഴിച്ചത് തീർക്കുക. കാരണം അത് ചൂടാക്കുന്നില്ല, അത് വെച്ചേക്കരുത്. നിറയെ വെറൈറ്റി ചട്നീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചുരക്ക ചട്നിയും കാബേജ് ചട്നിയും ഒക്കെ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. താല്പര്യമുള്ളവർക്ക് ചാനൽ വീഡിയോസൊക്കെ കണ്ടു നോക്കിക്കോളൂ. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോട് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.